മോളെ, നന്ദനെ ഇസുബലിനെയും കണ്ടായിരുന്നോ? എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഉത്തരം പറയാം. നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആദ്യം അച്ഛന്റെ അമ്മയുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേൾക്കട്ടെ. എന്നാലേ ഈ ബാഗ് ഒക്കെ എടുത്ത് എന്റെ മുറി കൊണ്ടുവയ്ക്ക്. നീ എന്താ ഇന്ന് ഇവിടെ താമസിക്കാണോ? ഇന്നല്ല, ഇനി അങ്ങോട്ട് എന്നും ഇവിടെ എന്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ. എന്താ മോളെ? നന്ദുവായിട്ട് ഇനി ഒത്തുപോവില്ല അമ്മേ. ഞാൻ ചന്ദ്രോത്തിൽ നിന്ന് ഇറങ്ങി. ചേച്ചി ഇപ്പോഴാ ശാരികയുടെ ചേച്ചിയായത്. മാറി നിക്കടിയെ കൊണ്ട്. മോളെ, നീ എന്താ പറഞ്ഞത്? നന്ദനോട്ട് ഒരുമിച്ച് പോവില്ലെന്നോ? എന്നുവെച്ചാൽ എന്താ? ഭാര്യയും ഭർത്താവായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അവസാനിച്ചു. മോളെ, എന്താ അമ്മേ, ഞാനിവിടെ നിൽക്കുന്നത് ബാധ്യതയാണോ? എങ്കിൽ അത് പറഞ്ഞു. മക്കള് ബാധ്യതയാണെ പിന്നെ ജന്മം തരണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ വിഷമം താങ്ങാനുള്ള ശക്തിയില്ല. അമ്മയും അച്ഛനും നിങ്ങൾ പ്രയാസപ്പെട്ടാലാ എനിക്ക് വിഷമം വരുന്നേ. ശാരികയെ നോക്ക്, ഇവക്കറിയാം ഞാൻ ചെയ്തത് കൃത്യമായ കാര്യമാണെന്ന്. സത്യം പറഞ്ഞ അനിയത്തിയാണെങ്കിലും ഇവളാ ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത്. അമ്മേ, അഭിമാനവും അന്തസ്സും ആരുടെ മുന്നിൽ പണയം വെക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് കാണിക്കാത്ത സ്നേഹവും ബഹുമാനവും ഒന്നും അങ്ങോട്ടും കൊടുക്കേണ്ട കാര്യമില്ല. സത്യസന്ധരല്ലാത്തവരെ അകറ്റി തന്നെ നിർത്തണം. എന്താ മോളെ സംഭവിച്ചത്? സംശയങ്ങളൊക്കെ ശരിയായി. ശാരിക പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. ഇസബെല്ലയും നന്ദുവും ഒരുമിച്ച് ഒരു മുറിയിലായിരുന്നു. ഞാൻ കണ്ടു. ആരോടാ നീ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നേ? Who are you? പ്ലീസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങ. നിർത്തടി. മര്യാദക്ക് കൂടെ വന്നോ വരാൻ. നന്ദ, നീ പേടിക്കണ്ട, ഞാൻ പോലീസിനെ വിളിക്കാം. ഇസബെല്ല, നിക്കടി. നീ അങ്ങനെ ബുദ്ധിമുട്ടണ്ട, പോലീസിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞു. സർ, മറ്റൊന്നും കൂടെയുണ്ട്. നഷ്ടപ്പെട്ട ഫയല് നന്ദനിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു. ആ ഫയല് നന്ദു മോഷ്ടിച്ചു വെച്ചേക്കായിരുന്നു. അമ്മ പറ, ഇനി ഞാനവിടെ നിൽക്കണോ? വേണ്ട, മോള് പറഞ്ഞു തന്നെയാ ശരി. വഞ്ചന കാണിക്കുന്ന ആര് തന്നെയാണെങ്കിലും അകറ്റി തന്നെ നിർത്തണം. അമ്മേ, അച്ഛന് കാര്യം മനസ്സിലായി. അമ്മ മാത്രം എന്തിനാ ദുഃഖിച്ചിരിക്കുന്നേ? ചേച്ചി ഇല്ലാത്തപ്പോഴായിരിക്കും നന്ദേട്ടൻ ഒരു പാഠം പഠിക്കാൻ പോകുന്നത്. രണ്ട് ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ അങ്ങേര് ചേച്ചിയെ കാണാൻ വരും. അപ്പ മനസ്സിലാക്കിയ ഞാൻ പറയും കേട്ടോ. അമ്മേ, ലോകത്ത് പല സാഹചര്യങ്ങൾ കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്ത്രീകളുണ്ട്. അവരാഗ്രഹിക്കുന്ന ജീവിതം അവർ സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നുണ്ട്.
പിന്നെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെച്ച മറ്റൊന്നും നമ്മളെ അത്രയ്ക്കങ്ങ് വിഷമിപ്പിക്കുകയില്ല.